1995 മരാക്കേഷിൽ വെച്ച് ഒപ്പിടപ്പെട്ട വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, ആ സംഘടനയുടെ തത്വങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ കച്ചവട താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിലെ തന്നെ ഏറ്റവും വലിയ തെറ്റായ പോക്കാണ് ഇപ്പോൾ അമേരിക്കയും അതിനെതിരായിട്ട് മറ്റു രാജ്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു WTOയുടെ ഒക്കെ വിദഗ്ധരെ ഇതിനെതിരായിട്ടൊക്കെ സംസാരിക്കുകയും എല്ലാ തരത്തിലുള്ള ഒരു അനുരഞ്ജനം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എല്ലാ പരിശ്രമങ്ങളും കൂടി ചേർന്ന് എല്ലാവരും മനസ്സിലാക്കണം, എല്ലാ രാജ്യങ്ങളുടെയും യോജിച്ചുള്ള മുന്നോട്ട് പോകൽ നല്ലത് ഒരു സമവായത്തിൽ എത്തുന്നതാണ്. അങ്ങനെ ഒരു സമവായത്തിൽ എത്തും അധികം താമസിയാതെ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അങ്ങനെ ഒരു വ്യാപാര സമവായത്തിൽ രാജ്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരുമ്പോഴേക്കും സ്വർണത്തിന്റെ വില പതുക്കെ താഴോട്ട് വരും. താഴോട്ട് വന്ന് ഒരു 50,000-ലൊക്കെ സെറ്റിൽ ചെയ്യും എന്ന് വേണം തൽക്കാലം നമുക്ക് വിചാരിക്കാൻ. അതിന്റെ താഴേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഈ 80,000-ൽ നിന്ന് ഇപ്പോൾ കുറച്ചു മുകളിലേക്ക് പോയേക്കാം ഇനിയും, പക്ഷെ താഴേക്ക് വരും. താഴേക്ക് വന്ന് ട്രംപിന്റെ വരവിന് മുൻപുണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് ഒരു പക്ഷേ തിരിച്ച് എത്തിയേക്കാം എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.